അങ്ങനെയാണെങ്കിൽ ഇന്നലെ പറഞ്ഞല്ലോ, അങ്ങനെയായിരുന്നെങ്കിൽ അവരുടെ സ്വഭാവം തന്നെയായിരിക്കണം പരിപൂർണമായി നമുക്ക്. അതാണോ നമ്മൾ കാണുന്നത്? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മാതാമൃതാനന്ദമയി അങ്ങനെ ഒരിക്കലും ആവാൻ വഴിയില്ല. ഉണ്ടോ? അച്ഛനമ്മമാരുടെ അതേ സ്വഭാവമായിരുന്നെങ്കിൽ. സായിബാബ അങ്ങനെ ഒരിക്കലും ആവാൻ പോകുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളൊന്നും അങ്ങനെ ആവാൻ പറ്റില്ല. കാരണം അവരുടെ ഒന്നും അച്ഛനമ്മമാരൊന്നും അത്ര ഒരു ആധ്യാത്മിക ഉന്നതിയിലുള്ളവരൊന്നല്ല. ആണോ? നിങ്ങൾക്കറിയുന്നല്ലേ കുറേ ചരിത്രങ്ങൾ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അച്ഛനമ്മമാരിൽ നിന്നല്ല എന്ത് വന്നിരിക്കുന്നത്? സംസ്കാരം വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ അക്സെപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ സംസ്കാരം അച്ഛനമ്മമാര് നമുക്കൊരു ശരീരം തരുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ ആരാ സൃഷ്ടിച്ചത്? നമ്മളെ ആരാ സൃഷ്ടിച്ചത്? ഈശ്വരനാണെന്നാണ് ഇതര മതസ്ഥരൊക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈശ്വരനെ സൃഷ്ടാവ് സൃഷ്ടാവ് എന്ന് വിളിക്കുന്നത്. സൃഷ്ടി ചെയ്തത് ഈശ്വരനാണെങ്കിൽ ഈശ്വരൻ വലിയ പാപം ചെയ്ത ആളാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, 2 കൈകളും 2 കാലുകളും ഇല്ലാത്ത കുട്ടികളില്ലേ ലോകത്തിൽ? ഉണ്ടോ? ഉണ്ട്. കണ്ണ് കാണാത്തവരില്ലേ? 3 വയസ്സുള്ള കുട്ടിക്ക് ക്യാൻസറുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുട്ടി പെടയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹാർട്ടില്ലാത്ത കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഹാർട്ട് 2 വാൾവുള്ളൊരു കുട്ടി. ഇതൊന്നും നിങ്ങളുടെ ഈ എറണാകുളത്ത് തന്നെയാണ്. 2 വാൾവ്, മറ്റേ 2 വാൾവും അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പം ഇതൊക്കെ ആര് നിശ്ചയിച്ചു? അപ്പം നമ്മൾ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ, ചിലർ പണക്കാരൻ്റെ വീട്ടിൽ ജനിക്കണു, ചിലർ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ജനിക്കണു, ചിലർ കയ്യും കാലും ഇല്ലാതെ ജനിക്കണു, ചിലർ കഴിവോടുകൂടി ജനിക്കണു, ചിലർ ഒട്ടും സൗന്ദര്യം ഇല്ലാതെ എത്ര പേരുണ്ട് ഇല്ലേ? ചിലർ ധാരാളം സൗന്ദര്യമുണ്ട്, സൗന്ദര്യമുണ്ട് പക്ഷെ പാവപ്പെട്ടവൻ്റെ വീട്ടിലാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ദുരിതങ്ങളിലൊക്കെ ജനിക്കുന്നത് കാണുമ്പോൾ ആരുത്തരവാദി? ദൈവമായിരിക്കുമോ? ആയിരിക്കുമോ? അല്ല. ദൈവത്തിന് ഉത്തരവാദിത്വമില്ല. ഉത്തരവാദിത്വം മുഴുവൻ സൃഷ്ടിയുടെ കാരണം മുഴുവൻ ആരായിരിക്കണം? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് തന്നെയാണ്. കർമ്മം ചെയ്യുന്നത് ആരാണ്? ശരീരമാണോ മനസ്സാണോ? കർമ്മം ചെയ്യിക്കുന്നത് മനസ്സാണെങ്കിൽ അത് അനുഭവിക്കേണ്ടതും മനസ്സാണെങ്കിൽ നമ്മുടെ ജന്മങ്ങൾക്കെല്ലാം മുഴുവൻ ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? മനസ്സിന് തന്നെയാണ്. അപ്പം ഈശ്വരനാണോ സൃഷ്ടിക്കുന്നത്? അല്ല. മനയേവ മനുഷ്യാണം, മനസ്സ് തന്നെയാണ് ബന്ധമോക്ഷയോ കാരണം. ക്ലിയറാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള മനസ്സിനെ, എത്ര വലിയ പാപം ചെയ്ത മനസ്സായാലും ശരി, ഒരു സത്യം ഉറപ്പാണ്, മനസ്സിന് നിലനിൽപ്പുണ്ടെങ്കിൽ അതിനെ നിലനിർത്താൻ ഒരു ശക്തി വേണം. ശരീരത്തിനെ നിലനിർത്താൻ പ്രകൃതിയുള്ളതുപോലെ മനസ്സിനെ നിലനിർത്താൻ ഒരു ചൈതന്യം വേണം. അങ്ങനെയാണെങ്കിൽ മനസ്സ് തിരിച്ചു പോവേണ്ടതും ആരിലേക്ക് തന്നെയാണ്? ചൈതന്യത്തിലേക്കാണ്. ഇത് മനസ്സിലാക്കാൻ, ഭാഗവതത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച് അങ്ങോട്ട് തിരിയാൻ സാധിച്ചാൽ, വിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യ കർമാണി സപ്താഹശ്രവണീ കൃതേ. ആരുടെ മനസ്സാണോ അതിലേക്ക് തിരിയുന്നത്, അവരുടെ ഹൃദയഗ്രന്ഥികൾ, സംശയങ്ങൾ ഇതെല്ലാം മാറി മനസ്സിൻ്റെ എല്ലാ കെട്ടുകളും, ശരീരത്തോടുള്ള ബന്ധം, വീട്ടുകാരോടുള്ള ബന്ധം, എല്ലാ ബന്ധങ്ങളും അതിനൊക്കെ വിച്ഛേദിക്കപ്പെട്ട് ആ മനസ്സവിടെ എത്തിച്ചേരും. ഇക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് കഥാ തീർത്ഥേ സ്ഥിതേ ചിത്തേ സ്ഥിതേ ചിത്തേ മുക്തിരേവ ബുധേ സ്മൃതാം. ആരുടെ ചിത്തമാണോ ഇതിലേക്ക് തിരിയുന്നത് അവർ മുക്തിയിലേക്ക് ഉയർന്നിരിക്കും, സംശയിക്കേണ്ടതില്ല. ഇപ്പോൾ ഇവിടെ 2 കഥകൾ പറഞ്ഞു. ഒന്ന് ഭക്തിദേവിയുടെ കഥയും, 2 ദുന്ദുകാരി. ഭക്തിദേവിയുടെ മക്കളെ ഉണർത്തി, ദുന്ദുകാരിയെ ഉയർത്തി. എന്താ പറഞ്ഞത്? ഭക്തിദേവിയുടെ മക്കളെ ഉണർത്തി, ദുന്ദുകാരിയെ ഉയർത്തി. ഭാഗവതത്തിന് ഉണർത്താനും ഉയർത്താനുമുള്ള കഴിവുണ്ട്. ഭാഗവതത്തിന് ആരുടെ മനസ്സാണോ ദൗർബല്യങ്ങളിൽ തളർന്നിരിക്കുന്നത് അവരെ ഉണർത്താൻ സാധിക്കും. ആരുടെ മനസ്സാണോ വേണ്ടാത്ത പാപചിന്തകളെ കൊണ്ട് അസ്വസ്ഥമായി, കലുഷിതമായി, ഉറക്കം കിട്ടാതെ ആകെ ടെൻഷനായിട്ട് അസ്വസ്ഥരായിട്ടിരിക്കുന്നത്, ആ അസ്വസ്ഥമായ മനസ്സിനെ അതിൽ നിന്ന് ഉയർത്താനും കഴിവുണ്ട്. നമുക്ക് ഉണരേണ്ടതുണ്ട്, ഉയരേണ്ടതുണ്ട്. ഇതാണ് ഭാഗവതത്തിൻ്റെ ഒരു വലിയൊരു മഹത്വം. അപ്പോഴേക്കും അവിടെ ഒരു വിമാനം വന്നു എന്നാണേ. ആ വിമാനം വന്നപ്പോൾ
ദുന്തുകാരി. ഇപ്പൊ ദുന്തുകാരിയല്ലേ അയാൾ? അയാൾ പാപത്തിൽ നിന്ന് മുക്തനായ ആളാണ്. അയാൾ അതിലേക്ക് കയറ്റുകയാണ്. ആ സമയത്ത് ഗോകർണനെയും മറ്റൊന്നും കയറ്റിയില്ല, ബാക്കിയുള്ളവരെ ഒന്നും കയറ്റിയില്ല. അപ്പൊ ഗോകർണൻ ചോദിക്കുകയാണ് ആ വിഷ്ണുദൂതന്മാരോട്, വിമാന വൈഷ്ണവാൻവിക്ഷ ഗോകർണോ വാക്യം അമ്രീം, നിൽക്കൂ നിൽക്കൂ നിൽക്കൂ. വിമാനം ഓടിച്ചിരുന്ന പൈലറ്റുമാരോട് പറഞ്ഞു, നിൽക്കൂ. ഞാൻ ഭാഗവതം പറഞ്ഞു, ഇത്രയും ആളുകൾ ഭാഗവതം കേട്ടു, എന്നെയും ഇവരെയൊന്നും കയറ്റിയില്ല, എന്താ ഈ ദുന്തുകാരിയെ മാത്രം കയറ്റിയത്? അപ്പൊ പറയാണ്, ഈ ദുന്തുകാരി എല്ലാവരും ഭാഗവതം കേട്ട പോലെയല്ല കേട്ടത്. ഓ, അതെന്ത് കേൾക്കലാനാ? ഞങ്ങളും ചെവി കൊണ്ടല്ലേ കേൾക്കണത്. അയാൾ പിന്നെ എങ്ങനെയാ കേട്ടത്? പ്രേതായിട്ടിരുന്നിട്ടോ? ഓഹോ ഹോ ഹോ, അത് ശരി. അപ്പൊ മുളയുടെ ഉള്ളിരുന്ന് കേൾക്കണല്ലേ? അപ്പൊ വിമാനം ആർക്കേ വരുള്ളൂ? ശരി സ്വാമി, ഈ ജന്മം, ഇനി അടുത്ത ജന്മത്തിൽ നോക്കാം. അങ്ങനെയല്ല, പിന്നെ എങ്ങനെ കേൾക്കണം? ശ്രവണസ്യ വിഭേദേന ഫലഭേദോത്ര സംസ്ഥിത ശ്രവണം തു കൃതം സർവേ നത്തദാ മനനം കൃതം. എല്ലാവരും കേട്ടു, പക്ഷേ ഒരാൾ മാത്രം മനനം ചെയ്തു. മനനം ചെയ്തു എന്ന് പറഞ്ഞാൽ കേട്ടതിനെ നല്ലവണ്ണം ഉറപ്പിച്ചു, മനസ്സിൽ ഉറപ്പിച്ചു. ഇപ്പം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. വി ആർ ലേണിംഗ് ബട്ട് വെരി ഫ്യൂ അണ്ടർസ്റ്റാൻഡിങ്. രണ്ടും വ്യത്യാസമുണ്ട്. എന്താണ്? വി ആർ ഓൾ ലേണിംഗ് ബട്ട് വി ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. നമ്മളത് ചെയ്യുന്നില്ല. ഈവൻ നമ്മൾ ഭാഗവതം വായിക്കുമ്പോഴുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തത്, വി റീഡ് വിത്തൗട്ട് തിങ്കിങ്. വെറുതെ വായിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മൾ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം, എന്താ ഈ പറയുന്നത് എന്ന്. കാരണം അത് ഏതുപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ പറയും ഈ റീഡിങ് വിത്തൗട്ട് തിങ്കിങ് എന്ന് പറയുന്നത് ഈറ്റിംഗ് വിത്തൗട്ട് ഡൈജസ്റ്റിംഗ് ആണ്. വെറുതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് കാര്യമില്ല, കഴിച്ചത് ഡൈജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് വായനയും. നമ്മൾ അതിനെ ഉൾക്കൊള്ളണം, ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്താ വായിക്കുന്നത്. അപ്പം ഭാരതത്തിൻ്റെ ഒരു വിഷമം എന്താ വെച്ചാൽ, ഈ സംസ്കൃതത്തിൽ എഴുതിയത് കൊണ്ടായിരിക്കാം ആളുകൾ അത്ര അങ്ങോട്ട് ചിന്തിക്കാതെ അങ്ങനെ പോവും. ഭാഗവതം വായിക്കുമ്പോഴും ഒരൊറ്റ അടിയാണ് തീർക്കണം. ഇപ്പോഴത്തെ സപ്താഹങ്ങൾക്ക് ഞാനും ഉണ്ട് അതിലെ. കാരണം അങ്ങോട്ട് അടിച്ചു വിട്ടോളൂ ഭാഗവതം എന്ന്. കാരണം കേൾക്കുന്നവരൊരു എന്തോ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കണോ ആൾക്കാർ. അപ്പം അവർക്കും അറിയില്ല, വായിക്കുന്നവർക്കും അറിയില്ല. അപ്പം അങ്ങനെയായിപ്പോയി. ആ ശ്രദ്ധാലുക്കളായിട്ടുള്ള ആളുകൾ കേൾക്കാൻ വരണം. ഇനി നമ്മളൊക്കെ അത് വാർത്തെടുക്കണം. എവിടെ എന്ത് വായിക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് വായിക്കുന്നത്, ഈ കഥ ഇതാണ്, ഈ കഥയുടെ തത്വം ഇതാണ്, ഈ കഥ ഇതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കണം. അതുകൊണ്ട് പറയണ അദൃഢം ച ഹതം ജ്ഞാനം. ആരുടെ ഉള്ളിലാണോ ദൃഢമില്ലാത്ത ജ്ഞാനമുള്ളത്, പ്രമാദേന ഹതം ശ്രുതം, കാര്യം മനസ്സിലാക്കാതെ ആരാണോ കേൾക്കുന്നത്, സന്നിഗ്ധോ ഹതോ മന്ത്രോ, മന്ത്രം ചൊല്ലുമ്പോൾ ആർക്കാണോ മനസ്സ് സ്വസ്ഥതയില്ലാത്തത് അല്ലെങ്കിൽ അസ്വസ്ഥമായിരിക്കുന്നത്, വ്യഗ്രചിത്തോ ഹതോ ജപ, ജപിക്കുന്ന സമയത്ത് മനസ്സ് അവിടെയും ഇവിടെയൊക്കെ ഓടുന്നത്, അങ്ങനെയുള്ളവരൊക്കെ ഈ ഭാഗവതം ശരിക്കും മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അഭ്യസിക്കണം. അല്ലെങ്കിൽ വെറുതെ ജപിച്ചത് കൊണ്ട് കാര്യമില്ല, വെറുതെ വായിച്ചത് കൊണ്ട് കാര്യമില്ല, വെറുതെ മന്ത്രം ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല. പറയും മന്ത്രം വെറുതെ ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല, അത് ഈ തത്തയെ കൊണ്ട് ചൊല്ലിപ്പിക്കാൻ പറ്റും. പണ്ട് ഭോജേന്ദ്ര രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു വലിയ പണ്ഡിതൻ വന്നിട്ട് പറഞ്ഞു, വലിയ പണ്ഡിതനാണ്, ഈവൻ എൻ്റെ തത്ത പോലും പുരുഷ സൂക്തം മുറിയാതെ ഭംഗിയെ ചൊല്ലും രാജൻ. വലിയ അഹങ്കാരത്തിൽ രാജാവ് പറഞ്ഞു, അത്രയും കേമായിട്ട് ചൊല്ലൂ, പിന്നെ ഒരു വരി പോലും വിടില്ല, ഒരക്ഷരം പോലും പഴകില്ല, എന്നാൽ അങ്ങയുടെ തത്ത അത് ചൊല്ലുമെങ്കിൽ ഞാനൊരു സ്വർണ്ണ മാല അതിന് സമ്മാനിക്കുന്നു. ഇത് കേട്ടപ്പം ഭോജേന്ദ്ര രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു കുസൃതിക്കാരുണ്ടല്ലോ, ആര്? തെന്നാലി രാമൻ. കേട്ടിട്ടില്ലേ? അങ്ങോട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. രാജൻ അത് ചൊല്ലിയില്ലെങ്കിലോ? രാമ കുരുത്തക്കേട് പറയാതിരിക്കൂ, ആ തത്ത ചൊല്ലുന്നല്ലേ പറയണത്. ചൊല്ലില്ല രാജൻ, അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ എനിക്ക് ആ മാല തരുമോ പണ്ഡിത? തരുമല്ലോ. ആ സമയത്ത് എൻ്റെ തത്ത അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ മാല അങ്ങേക്ക് തരുമെന്ന് ഉറപ്പല്ലേ എന്ന് വെച്ചു. ഉറപ്പ്. പിറ്റേ ദിവസം ആളുകളൊക്കെ വന്നു, തത്തയെ ഇങ്ങോട്ട് പുറത്തു വെച്ചു. സഹസ്രശീർഷ, തത്ത ചൊല്ലില്ല. ഇദ്ദേഹം തത്തയെ ഒരു തട്ട് തട്ടിയിട്ട് പഴമൊക്കെ കാണിച്ചു കൊടുത്തു. സഹസ്ര, തത്ത പുറകോട്ടാ പോണത്. സഹസ്ര, ആർക്കും ഒന്നും മനസ്സിലാവണില്ല. അവസാനം തെന്നാലിരാമൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ കറുത്ത പൂച്ചയെ വെച്ചിരിക്കുക. തത്ത അങ്ങോട്ട് നോക്കുമ്പോഴേക്കും പൂച്ച അങ്ങനെ കണ്ണ് തുറച്ചിട്ടാ നോക്കണത്. അപ്പോഴേക്കും ഇത് പേടിച്ചു പോകാൻ.
അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് ഇതിന് ചൊല്ലാനേ അറിയുള്ളൂ. മാല ആർക്ക് കിട്ടി? തെന്നാലിരാമൻ. ഇതുപോലെ നമ്മൾ നാരായണ 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 എന്നൊക്കെ ജപിക്കുന്നുണ്ട്, പക്ഷെ കള്ളം വന്നാൽ ഓടുന്നുമുണ്ട്. കൂടെ നാരായണൻ ഇല്ല എന്നുള്ള ഉറപ്പിലാണ് നമ്മൾ ചൊല്ലണതേ. അപ്പം നമ്മൾ ചൊല്ലും തോറും നമ്മുടെ ഉള്ളിൽ ആരടുത്ത് വരണം? നാരായണൻ അടുത്ത് വരണം. ഭയം കുറയണ്ടേ? ദുഃഖം കുറയണ്ടേ? വിഷമം കുറയണ്ടേ? ദീനത കുറയണ്ടേ? പരാതി കുറയണ്ടേ? എന്താ ഒന്നും പറയാത്തേ? ഇതൊക്കെ കുറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്നതിന് അർത്ഥമുണ്ടോ? അതുകൊണ്ട് എന്ത് ചൊല്ലുമ്പോഴും നമ്മുടെ ഉള്ളിൽ മാറ്റം വരണം. ഇപ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കാത്തതിന് കാരണം കാര്യങ്ങളെ നമ്മൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് മുഴുവൻ മുക്തനാവാം. അതുകൊണ്ട് ഈ ഭാഗവതം ഉണ്ടല്ലോ ഒന്നുകൂടി നടത്തുമെന്ന്. ആർക്ക് വേണ്ടിയിട്ട്? കുറേ ആളുകൾ കേട്ടു, അവർക്കൊന്നും മുക്തി കിട്ടിയില്ലല്ലോ, അവർക്ക് വേണ്ടി വീണ്ടും ഭാഗവതം നടത്തിയതാണ്. അങ്ങനെ ഭാഗവതമൊക്കെ കേട്ടു. അപ്പോഴേക്കും അവിടേക്ക് വീണ്ടും വിമാനം വന്നു. കഥാ ശ്രവണത പ്രീതോ നിര്യയോ ഭക്തവത്സല അയോധ്യാവാസിന പൂർവം യഥാരാമേന സംഗത. ഇങ്ങനെ പലരും അവിടെ വന്നുചേർന്നു. അപ്രകാരം എല്ലാവർക്കും മുക്തി കൊടുത്തൊരു ശാസ്ത്രമായി ഭാഗവതം മാറി. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഭക്തിദേവിയുടെ മനസ്സിനെ ഉണർത്തി, ദുന്ദുകാരിയുടെ മനസ്സിനെ ഉയർത്തി, പ്രേതഭാവത്തിൽ നിന്ന് ഉയർത്തി. ഇത്രയും പറഞ്ഞ് ഭാഗവതത്തിലെ ഇത്രയും ശക്തിയും കഴിവും തേജസ്സും ഓജസ്സും ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. പിന്നീട് 6-ാമത്തെ അധ്യായം ഭാഗവതത്തിനെ എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് എന്നുള്ള വിധികൾ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇവിടെ ഓരോരോ വിധികളുണ്ട്. ഏത് മാസം നടത്തിയാൽ അതിന് ഇന്ന പ്രത്യേകത ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും ആര് പറയണം? ആചാര്യന്മാർക്കൊക്കെ ലക്ഷണമുണ്ട്. കേൾക്കുന്നവരൊക്കെ ഒരു നേരമൊക്കെ കഴിക്കാവോ, ആചാര്യന് ഒരു നേരെ കഴിക്കാവോ, അങ്ങനെയൊക്കെ ഉണ്ട്. നിലത്ത് കിടക്കണം, അങ്ങനെയൊക്കെയുള്ള ആചാര്യനെ ഒന്ന് കിട്ടാൻ വലിയ പ്രയാസമാണ്. പിന്നെ പറയുന്ന ആചാര്യൻ അനേക ശാസ്ത്രങ്ങൾ, അനേക ധർമ്മങ്ങൾ, അനേക കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അയാൾക്ക് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്രങ്ങളൊക്കെ അറിയുന്നവരാണ് പറയേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം പറയുന്നത്, പ്രത്യേകിച്ച് സുഖസാധ്യം ഭവേയത്തു കർത്തവ്യം ശ്രവണായ, അത് എനിക്ക് വളരെ ഒരു സമ്മതമായി തീർന്നു. ഇന്നിപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റുള്ളൂ അല്ലേ? പഴയതുപോലെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നിലത്തിരുന്നിട്ട് കേൾക്കാമെന്ന് പറഞ്ഞാൽ മിക്കവാറും നിങ്ങൾ ഈ വഴിക്ക് വരില്ല. ഇനി ഇരുന്നാൽ തന്നെ നിങ്ങളെ പൊക്കാൻ വേറെ വല്ല മെഷീനും കൊണ്ടുവരേണ്ടി വരും. കാരണം ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം മുട്ടാണ്. നമ്മൾ ജനിച്ച അന്ന് മുതൽ മുട്ടാ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുവിധ ആളുകൾക്കൊക്കെ പ്രശ്നം ബുദ്ധിമുട്ടിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് അത്ര പ്രശ്നമില്ല, കാലമുട്ടാണ് വലിയ പ്രശ്നം. അപ്പം അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് മാറിയേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് പറയണു? സുഖേത്, എങ്ങനെ കേട്ടാലാണോ സുഖം, അപ്പം ആ സുഖത്തിലിരുന്ന് കേൾക്കുക. കർത്തവ്യം ശ്രവണായ, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എങ്ങനെ ഇരിക്കണു, എന്ത് കഴിക്കണു എന്നല്ല, ഏതിനാണ്? ശ്രവണം ചെയ്യുക. അതാണ് പ്രധാനമായിട്ട് കാര്യം. ഇരുന്ന് മനസ്സിലാക്കണം, നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കണം. വിശദ വിവരങ്ങൾക്ക് ശ്രീകൃഷ്ണ സേവ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഭാഗവത മന്ദിരം, മമ്മിയൂർ, ഗുരുവായൂർ.